പാലക്കാട് തോൽവിയിൽ ശോഭാ സുരേന്ദ്രനെതിരെ ബിജെപി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ശോഭാ സുരേന്ദ്രനും 4 കൗൺസിലർമാരും സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചു എന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഉമേഷ് കൊച്ചിയിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ഉമേഷ്, ശോഭാ സുരേന്ദ്രൻ ഒപ്പം 4 കൗൺസിലർമാർ, ഗുരുതരമായ വിമർശനമുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് തീരുമാനമെടുക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ കെ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ടുള്ള സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനമടക്കം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് പാലക്കാട്ടെ തോൽവിയുടെ ഉത്തരവാദിത്വം ശോഭാ സുരേന്ദ്രനും 4 കൗൺസിലർമാർക്കുമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് പോയിരിക്കുന്നത്. അടുത്ത മാസം ആദ്യം കൊച്ചിയിൽ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം നടക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നതും ശ്രദ്ധേയം. അതെ കാവ്യ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരുപക്ഷെ സുരേന്ദ്രന് സ്ഥാനചലനം തന്നെ സംഭവിച്ചേക്കും എന്നൊരു ഘട്ടം എത്തുമ്പോഴാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും ശോഭാ സുരേന്ദ്രന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം സമർപ്പിച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിരുന്ന BJP സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാർ പരാജയപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഈ ശോഭാ സുരേന്ദ്രനും അവിടുത്തെ പാലക്കാട് നഗരസഭയിലെ 4 കൗൺസിലർമാരും ചേർന്ന് ഈ C കൃഷ്ണകുമാർ വിജയിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തി. അത്തരം ചരടുവലികൾക്ക് പിന്നിൽ ഇവരാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നത്. അത് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് പുറത്തുനിന്ന് എത്തിയ പല പ്രവർത്തകരും തങ്ങളുടെ വാർഡിൽ പ്രചരണം നടത്തുന്നതിനെ ഈ കൗൺസിലർമാർ എതിർത്തു എന്നുള്ളതാണ്. അതിന് ശോഭാ സുരേന്ദ്രനും കൂട്ടുനിന്നു എന്നൊക്കെ ഈ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. കണ്ണാടി പഞ്ചായത്തിലടക്കം വോട്ട് മറിക്കാനുള്ള ശ്രമം ഉണ്ടായി. മാത്രമല്ല ഈ ശോഭാ സുരേന്ദ്രനെ കൂടാതെ വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനം ഉണ്ടായി എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം ഈ പരസ്യ പ്രസ്താവനയുടെ പേരിൽ അവിടുത്തെ ഒരു മുതിർന്ന നേതാവ് N ശിവരാജനെതിരെയും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ പരസ്യ പ്രസ്താവന നടത്തിയത് ശരിയായില്ല. ഇതൊക്കെ കാരണം കൊണ്ടാണ് C കൃഷ്ണകുമാറിന് പരാജയം സംഭവിച്ചത് എന്ന് സ്ഥാപിക്കുന്ന റിപ്പോർട്ടാണ് കേന്ദ്ര നേതൃത്വത്തിനായി സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച BJPയുടെ ഒരു സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു അവലോകന റിപ്പോർട്ട് തയ്യാറാക്കിയത്. അന്ന് ആ യോഗത്തിൽ CK കൃഷ്ണദാസ് പക്ഷം പൂർണ്ണമായും ബഹിഷ്കരിക്കുന്ന അതൊക്കെ നമ്മൾ കണ്ടതാണ്. CK കൃഷ്ണദാസിന്റെ പക്ഷക്കാർ, പ്രത്യേകിച്ച് MT രമേശ്, AN രാധാകൃഷ്ണൻ അടക്കമുള്ളവരൊന്നും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ആ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ ഡിസംബർ 1, അതായത് ഡിസംബർ 7, 8 തീയതികളിൽ എറണാകുളത്ത് വിശദമായ അവലോകന യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഒരു പക്ഷേ വലിയ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് ഈ പൂർണ്ണമായും സുരേന്ദ്രൻ ഇതിൽ കുറ്റക്കാരനല്ല എന്ന് സ്ഥാപിക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നത്. ഇത് പാർട്ടിക്കകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.